പുതുവർഷത്തെ പാപ്പാഞ്ഞി കത്തിക്കൽ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ളത് ഫോർട്ട് കൊച്ചിയാകും. എന്നാൽ കഴിഞ്ഞ 3 വർഷമായി കോട്ടയത്ത് ഇതേ രീതിയിൽ പുതുവർഷം ആഘോഷിക്കുന്ന ഒരു ഇടമുണ്ട്. വടവാതൂർ മോസ്കോ കവലയിലെ ബണ്ട് റോഡിൽ ഇത്തവണയും കൂറ്റൻ പാപ്പാഞ്ഞി തയ്യാറാണ്. ഫോർട്ട് കൊച്ചിയിലെ ആഘോഷത്തോട് കിടപിടിക്കുന്ന രീതിയിലാണ് കോട്ടയത്തെ പുതുവത്സരാഘോഷവും. ഇത്തവണത്തെ ആഘോഷത്തിനായി 50 അടിയിലധികം ഉയരമുള്ള പാപ്പാഞ്ഞിയെ 6 ദിവസം എടുത്താണ് തയ്യാറാക്കിയത്. ആറ് ദിവസം കൊണ്ട് നിർമ്മിച്ച പാപ്പാഞ്ഞിയാണ് അല്പസമയത്തിനുള്ളിൽ ഈ പാപ്പാഞ്ഞിയെ ഇവിടെ ഉയർത്തും. കോട്ടയം കാർണിവൽ സൊസൈറ്റിയാണ് പരിപാടിയുടെ സംഘാടകർ. കഴിഞ്ഞ തവണ 10,000-ലധികമായിരുന്നു പങ്കെടുത്തവരുടെ എണ്ണം. ഇത്തവണ 15,000 കടക്കുമെന്നാണ് കണക്കുകൂട്ടൽ. 2026 വരവേൽക്കുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാം തയ്യാറായി. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ പാപ്പാഞ്ഞി. 6 ദിവസം കൊണ്ട് നിർമ്മിച്ചതാണ് ഈ പാപ്പാഞ്ഞി. ഇത് ഞങ്ങളുടെ ഈ നാടിൻ്റെ ഒരു ഭാഗമായി, ജനങ്ങളുടെ ഭാഗമായി മാറി കാർണിവൽ, കോട്ടയം കാർണിവൽ. വളരെയധികം ഒരു കഷ്ടപ്പാട് ഇതിൻ്റെ പിന്നിലുണ്ട്. എന്നാലും ജനങ്ങളുടെ സന്തോഷമാണ്. അതിന് ഞങ്ങൾ കുറേ ആളുകൾ അതിനുവേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. റോഡിൽ നിന്നാൽ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ പാടത്തിന് നടുവിലാണ് കത്തിക്കാനുള്ള പാപ്പാഞ്ഞിയെ തയ്യാറാക്കിയിട്ടുള്ളത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ബ്ലോക്കുണ്ടാകും. വിജയപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ മീനന്തര ടൂറിസത്തോടനുബന്ധിച്ച് ഒരു കാർണിവൽ നടത്തുമ്പോൾ അത് ഈ പ്രദേശത്തിൻ്റെ വിജയമാണ്. നമ്മുടെ ഈ നാടിൻ്റെ ഈ പ്രകൃതി ഭംഗി, നമുക്കറിയാം കോട്ടയം പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന ഇവിടെ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം. അപ്പം ഇവിടെ ഈ കാർണിവൽ നടത്തുക എന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. നാളുകളിൽ കൊച്ചിയേക്കാളും കൂടുതൽ ആളുകളെ നമുക്കിവിടെ എത്തിക്കാൻ സാധിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ബാരിക്കേഡ് ഉൾപ്പെടെ സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. 500ഓളം വോളണ്ടിയേഴ്സ് ആളുകളെ നിയന്ത്രിക്കാനുണ്ടാകും. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. വടവാതൂരിൽ പാപ്പാഞ്ഞി ഉയർന്നു കഴിഞ്ഞു. പുതുവത്സരം പിറക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ആഘോഷിക്കാൻ കോട്ടയം തയ്യാറാണ്. ശ്രീകുമാറിനൊപ്പം ബിനിൽ ലീല സാബു, ന്യൂസ് മലയാളം, കോട്ടയം.